Hi, my name is Joyce Joseph. I'm a German Public University admission helper, mainly focusing for Masters in Public University in English taught programs. നമുക്ക് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ട്യൂഷൻ ഫീസ് നില്ലാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു 95% യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുന്ന കോഴ്സ് 2 വർഷത്തെ കോഴ്സാണ്. ഈ 2 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് തന്നെ സ്റ്റുഡൻസിന്റെ സെമസ്റ്റർ ബ്രേക്ക് ഒരു 1 വർഷത്തോളം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ പല സ്റ്റുഡൻസിനും അറിയത്തില്ല. അതിനുശേഷം അതായത് 2 വർഷത്തെ കോഴ്സ് ഈ സെമസ്റ്റർ ബ്രേക്ക് ഉൾപ്പെടെ 3.5 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഈ 3.5 വർഷത്തിന് ശേഷം 1.5 വർഷം സ്റ്റേ ബാക്ക് കോഴ്സ് സ്റ്റുഡൻസിന് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 5 വർഷത്തോളം പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതോടൊപ്പം സ്പൗസ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാൻ പറ്റും, അവർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. ഇങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റി ജർമ്മനിയിലുണ്ട്. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിൽ നമുക്ക് സംസാരിക്കാൻ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുകയുണ്ടായി. കോഴ്സാണ് ഞാൻ തന്നെ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ ഈ കോഴ്സിന് ശേഷം തന്നെ പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് അവിടെ സ്റ്റുഡൻസിന് കിട്ടുന്നത്. നമ്മൾ നേരത്തെ പോയിട്ട് നമ്മൾ അഡ്മിഷൻ കിട്ടിപ്പോയ സ്റ്റുഡൻസ് പെട്ടെന്ന് തന്നെ തേർഡ് സെം ഫോർത്ത് സെം ആയ സമയത്ത് തന്നെ എയർബസ് പോലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാനായിട്ട് തുടങ്ങിയുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റുഡൻസിന് കൈവരുന്നത്. മെയിനായിട്ട് സാധാരണ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന സ്റ്റുഡൻസിന് പലർക്കും മെയിൻ ആയിട്ടൊരു ഡൗട്ട്സ് വരുന്നത് മാർക്കിന്റെ കാര്യത്തിലാണ്. CGPA എത്ര % മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു 60% തൊട്ടുള്ള മാർക്കുള്ള സ്റ്റുഡൻസിനെ നമുക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് ഒരു 65% പിന്നെ IITs ഒരു 6.5 ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. BA PSC ഒക്കെ കഴിഞ്ഞവർക്ക് ഒരു 60% മാർക്കും അതോടൊപ്പം തന്നെ IITs ഒരു 6.5 ഉണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അവർക്ക് ആ ഒരു മാർക്കിൽ ഓഫർ കിട്ടുന്നു. ഇതിന്റെ കണ്ടതിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഒരു കാലത്ത് ഒരു 3ാമത്തെ 4ാമത്തെ ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നു എബ്രോഡ് പഠിക്കാൻ പോകുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം. പക്ഷേ ഇപ്പം നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ മാറിയതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് കൂടുതൽ സ്റ്റുഡൻസിന് താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും അവരുടെ ക്ലൈമറ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു വർക്ക് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് സ്റ്റഡി നമുക്ക് സ്റ്റുഡൻസിന്റെ ജോലിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് കോഴ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളെ എന്ത് ഉദ്ദേശിച്ചാണ് നമ്മൾ ജർമ്മനിക്ക് പോകുന്നത് അത് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ആ ഒരു ജർമ്മൻ കൺട്രി തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കോഴ്സിന് ശേഷം നമുക്കൊരു PR പോവുകയാണെങ്കിൽ തന്നെ PR ഫ്രണ്ട്ലി കൺട്രിയാണ് ജർമ്മനി തന്നെ പറയാം. സ്പൗസ് ഫ്രണ്ട്ലി കൺട്രിയാണ് ജർമ്മനി എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് ഒത്തിരിയേറെ ഫെസിലിറ്റീസ് ജർമ്മനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ട് സ്റ്റുഡൻസിന് വേണ്ടി തന്നെ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 ഡെക്കേഡ്സിന് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥാപനമാണ് കാനപ്രോ എന്ന് പറയുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ലൊരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് കാനപ്രോ വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്.